നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായടി, നിന്റെ കക്ഷിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയോ? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? അടുക്കളയില് വല്ലതും വെച്ചുണ്ടാക്കി ഇരിപ്പുണ്ടാവും. അതും എടുത്ത് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഭാരിച്ച കാര്യങ്ങളിലൊന്നും തലയിടാൻ നിൽക്കണ്ട. കൊറേ കാലം ഇല്ലായിരുന്നല്ലോ നിനക്ക് ഈ തന്റെ ഇടം. ഇപ്പൊ വീണ്ടും അത് എവിടുന്ന് വന്നു? നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? എന്നോട് ചാടി കടിക്കണ്ട. നിന്റെ കടക്കാരിൽ ഒരാളെ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത്രേ. മര്യാദക്ക് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയാള്. അത് ഞാൻ കൊടുത്തോളാം. എപ്പോ? എടുത്തു കൊടുക്കാനായിട്ട് നിന്റെ വല്ലതും ഉണ്ടാ? അല്ലെങ്കിൽ തന്നെ ഫീസ് കിട്ടുന്ന കേസ് വല്ലതും ആണോ നീ വാദിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ ഫോൺ വന്നു. ഇനി അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇവിടെ കയറി വരും. കിട്ടാനുള്ളത് കിട്ടിയിട്ടേ ഇറങ്ങത്തുള്ളൊന്നും പറഞ്ഞേ അവരിവിടെ കുത്തിയിരുന്ന എന്ത് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എടീ, ശരത്തിനെ പോലെ കൊടും ക്രിമിനലിനെ രക്ഷിക്കാൻ നോക്കുന്ന നേരത്തെ നിന്റെ കടക്കാരെ നിലയ്ക്ക് നിർത്താൻ നോക്ക്. മേടിച്ച കാശേ തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത നീയെ എങ്ങനെയാടി ശരത്തിനെ പോലെ ഒരാളെ ജാമ്യത്തിൽ ഇറക്കുന്നത്? അതൊന്നുമേ തൽക്കാലം നിങ്ങൾ അറിയണ്ട. ഹാ, പോട്ടെ. നിനക്ക് ഞാനേ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അനുസരിക്കാൻ പറ്റുമെങ്കിലേ എന്റെ പൊന്നുമോൾ അനുസരിക്കും. ശരത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നല്ലൊരു തുക ഫീസായിട്ട് നീ അവനോട് മേടിക്കും. എന്നിട്ടേ നീ അത് നിന്റെ കടക്കാർക്ക് കൊടുക്കും. അല്ല, അത്രയെങ്കിലും ആശ്വാസം കിട്ടട്ടെ നിനക്ക്. ഞാൻ ഈ കേസിൽ ഫീസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എടി മണ്ടി, അവര് വേറെ ഏത് വക്കീലിനെ വെച്ചാൽ അവർക്ക് കാശ് കൊടുക്കണ്ടേ? അത് നിനക്ക് മേടിച്ചെടുത്താൽ എന്താ? ശത്രുവായ നിനക്കിതൊന്നും പറഞ്ഞു തരാൻ പാടില്ലാത്തതാ. സൗകര്യം ഉണ്ടെങ്കിൽ അനുസരിക്കടി. അല്ലെങ്കിൽ നീയേ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ആ, ഒന്ന് നീ ഓർത്തു, നീ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും ഒരിക്കലും ശരത്തോ അവന്റെ വീട്ടുകാരോ നിന്നോട് തിരിച്ചു കാണിക്കത്തില്ല. പാലം കടക്കുവോളം ഉള്ളു നാരായണ. അത് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന്. പൂരായണ.